പോന്നതിനാൽ തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. അവർ ഇങ്ങനെ പറഞ്ഞ് തങ്ങൾക്ക് യാഗം കഴിക്കാതെ വണ്ണം പുരുഷാരത്തെ പ്രയാസത്തോടെ തടുത്തു. ഹല്ലേലൂയാ, 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 സ്തുതിയാകുന്ന ബലികൾ കർത്താവിനെ കഴിപ്പീൻ. കാഴ്ചകൾ എടുത്ത് തന്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധിയിൽ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങൾ അറിവ് ഞങ്ങൾക്ക് നീ സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ എവൻഗേലിയോന്റെ സാരാംശവും ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും വിശുദ്ധ റൂഹായുടെ നൽവരവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും തിരുഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലായ്പ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന ലൂക്കോസ് എവൻഗേലിസ്തൻ എഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോ. വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ ശുശ്രൂഷാകാലങ്ങളിൽ ഇപ്രകാരം പഠിപ്പിച്ചു. അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ആകയാൽ എന്ത് തിന്നും എന്ന് ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. കാക്കയെ നോക്കുവീൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അതിനെ പാണ്ഡികശാലയും കളപ്പുരയും ഇല്ല, എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. പർവ്വജാതികളെക്കാൾ നിങ്ങൾ എത്ര വിശേഷമുള്ളവർ. പിന്നെ വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ആകയാൽ ഏറ്റവും ചെറിയതുപോലും നിങ്ങൾ പോരാത്തവരെങ്കിൽ ശേഷമുള്ളതിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? താമര എങ്ങനെ വളരുന്നുവെന്ന് വിചാരിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സകല മഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഉണ്ടായിരിക്കട്ടെ. Hallelujah.
നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണങ്ങളും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഇല്ലായ്മയിൽ നിന്ന് നമ്മെ സൃഷ്ടിക്കുകയും ഉണ്മയിലേക്ക് നമ്മെ കൊണ്ടുവരികയും ചെയ്ത ഉത്തമനും മഹോന്നതനും നമ്മെ വീണ്ടുകൊള്ളുകയും രക്തത്താൽ നമ്മെ നിയമിക്കുകയും ചെയ്ത പ്രധാന ആചാര്യനുമായ മശിഹാ തമ്പുരാന് ദൈവികമായി സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹീതനായ കർത്താവേ, സഹായം ചെയ്യണമേ. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം മായിച്ചില്ലാതാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം പെരുപ്പവും വലിപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവ്വജനത്തിൻ്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ മായിച്ച് നല്ലവനെ ദയതോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും അധ്യാപകരെയും വിശുദ്ധിയും ഔത്തമുള്ള തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദൈവമാകും ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മൗത്വത്തിന്റെ നാഥനായി ഞങ്ങളുടെ കർത്താവായി ഞങ്ങളുടെ രാജാവായ മശിഹായേ, ഞങ്ങൾക്ക് പാപപരിഹാരകനും നീ ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് തിരുമല്ലി ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിനും തുണയ്ക്കും നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, ഞങ്ങളെ പ്രാർത്ഥന അപേക്ഷകളും കൈക്കൊണ്ട് കഠിനങ്ങളായ സർവശിക്ഷകളും കാപത്തിന്റെ വടികളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ച് കളയണമേ. സമാധാനത്തിന്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നീ സ്നേഹിക്കുന്നതും ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് നീ സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾ കരേറ്റിക്കൊള്ളുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. തന്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ വെച്ചവനായ ഉത്തമയുടേനായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. മണ്ണിൽ നിന്നുള്ള നിന്ദ്യമായ മൺകട്ട ഞാനായിരിക്കെ നിന്റെ ശുശ്രൂഷയ്ക്ക് എന്നെ യോഗ്യനാക്കി തീർക്കുകയും മേലുള്ള ഉന്നതങ്ങൾ നിന്നെ സ്തുതിക്കുന്ന ക്രോപന്മാരോടും ശ്രാഫന്മാരോടും നിന്നെ സ്തുതി പാടുവാൻ എനിക്ക് നീ കൃപ ചെയ്തിരിക്കുകയും ചെയ്യുന്നുവല്ലോ. കണ്ടാലും അഗ്നിമയമായ സ്ഥലത്തും അഗ്നിജ്വാലയുടെ സിംഹാസനം മുൻപാകെ ഞാൻ നിന്ന് ജനത്തിന് പാപപരിഹാരവും സകല സൃഷ്ടിക്കും മോചനവും നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ആവശ്യക്കാരെ മുൻപാകെ നിന്റെ സമൃദ്ധിയുള്ള ഭണ്ഡാരത്തെ നീ തുറന്നു കൊടുക്കണമേ. നിന്റെ ഇടവകയിലെ ആടുകളിൽ മേൽ നിന്ന് നന്മകളെ നീ ചൊരിയണമേ. കടക്കാരുടെ കടച്ചീട്ടിനെ നീ കീറിക്കളയണമേ. പാപികളുടെ കുറ്റങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്ത കൃത്യങ്ങളെ നിന്റെ ഓർമ്മയിൽ നിന്ന് മായ്ച്ചു കളയണമേ. കാണാതെ പോയവർ നീ മുഖാന്തരം തിരിച്ചു വരികയും നിന്റെ മുൻപാകെ ഒരുമിച്ച് കൂടുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപയിൽ ശരണം വെച്ചുകൊണ്ട് ഞങ്ങളുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ സ്തോത്രകാഴ്ചയോടുകൂടി നിന്റെ അടുക്കിലേക്ക് ഞങ്ങൾ അടുത്തു വന്നിരിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഞങ്ങളുടെ കുർബാനകളിൽ പ്രസാദിച്ച് ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അന്യായത്തിൽ നിന്ന് ഞങ്ങളെ പുണ്യപ്പെടുത്തുകയും നാശമില്ലാത്ത അങ്കി ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ മോക്ഷദാനം ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്കും
നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റിക്കൊള്ളുന്നു, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിങ്കൽ നിന്ന് നാം ബലഹീനരും പാപികളുമായി നാം ഉത്തരമായിട്ട് പറയണം, കാദീശാബോ കാദീശോ കാദീശ് ബ്രോ കാദീശോ കാദീശ് റുഹായോ കാദീശോ. വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് ബഹുമാനമുള്ള പട്ടക്കാരന്റെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രം ഏറ്റുപറഞ്ഞ് മനുഷ്യരുടെ നേരത്തിനും ലോകത്തിലെ ബുദ്ധിജീവനും ചെയ്യുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ദിവസങ്ങൾ തങ്ങളുടെ ജന്മദിനം വിവാഹ വാർഷികം കൊണ്ടാടുന്നവർ സ്തോത്ര പ്രാർത്ഥനയ്ക്കായി മുൻപിലേക്ക് വന്ന് മുട്ടുകുത്താം. ജന്മദിനം വിവാഹ വാർഷികം കൊണ്ടാടുന്നവർ സ്തോത്ര പ്രാർത്ഥനയ്ക്കായി മുൻപിലേക്ക് വരാം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവന്റെ നാഥനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗപിതാവേ, ഈ പരിശുദ്ധമായ ദിവസം രാവിലെ നിന്റെ ആലയത്തിൽ ചേർന്ന് വന്ന് കർത്താവെ അങ്ങയെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാനും അങ്ങയുടെ മഹത്വം ദർശിക്കുവാനും ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരിക്കൽ കൂടെ നിന്റെ മുൻപിൽ സമർപ്പിക്കുവാനും ഇത് നൽകിയിരിക്കുന്ന ധന്യ നിമിഷങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ അവിടുന്ന് സൃഷ്ടിച്ച് നിന്റെ മക്കളായി ഈ ഭൂമിയിലേക്ക് അയച്ച നാൾ മുതൽ ഓരോ നിമിഷവും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ അവിടുത്തെ കൃപാ കടാക്ഷത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ജനന നിമിഷം മുതൽ വളർച്ചയുടെ ഓരോ പടവുകൾ ഞങ്ങൾ പിന്നിട്ടപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി നൽകിയ എല്ലാ നന്മകൾക്കായി സ്തോത്രം. ജന്മം നൽകിയ ഞങ്ങളുടെ മാതാപിതാക്കൾ,
ഒപ്പം വളർന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളോടൊപ്പം വിദ്യ അഭ്യസിച്ച ഞങ്ങളുടെ വിദ്യാർത്ഥികൾ, സഹപാഠികൾ, ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ അധ്യാപകർ, ഞങ്ങളുടെ ഇടവക, ഞങ്ങളുടെ അച്ഛന്മാർ, ഞങ്ങളുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, എത്രയോ ആളുകളുടെ സ്നേഹത്തിൻ്റെ മുൻപിലാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. നന്ദിയോടെ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ജന്മദിനം ആഘോഷിച്ച് അങ്ങോട്ട് സന്നിധിയിൽ വന്ന് മുട്ടുകൾ മടക്കുന്ന നിൻ്റെ പ്രിയപ്പെട്ടവരോട് അവിടുന്ന് കരുണ ചെയ്യണമേ. ഇന്നലകളിൽ നടത്തിയവനായ ദൈവം ഇന്ന് എന്നോട് കൂടെയുണ്ട്. നാളെയും എന്നെ കരം പിടിച്ച് നടന്ന വിശ്വാസത്തിൽ കർത്താവിനോടൊപ്പം സഞ്ചരിപ്പാൻ നീ ഇവരെ എല്ലാവരും സഹായിക്കണമേ. ഞങ്ങളുടെ ആയുസ്സിൻ്റെ ഓരോ ദിനങ്ങൾ ഈ ഭൂമിയിൽ കൊഴിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ ഈ മണ്ണിനോട് അകലുകയാണെന്നും ഞങ്ങളുടെ മുൻപിൽ ഒരുക്കുന്ന നിത്യവീടിനായി അടുക്കുകയാണെന്നുള്ള ബോധ്യവും ഞങ്ങൾക്കെല്ലാവർക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഇന്ന് വരുവാൻ കഴിയാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാ നേരം അങ്ങയുടെ അദൃശ്യമായ കരങ്ങൾ ഈ പ്രിയപ്പെട്ടവരുടെ മേലും അവരുടെ മേലും വെച്ച് നിൻ്റെ മക്കളെല്ലാവരും ഇവിടുന്ന് ആശീർവദിക്കണമേ. വിവാഹ ജീവിതം അങ്ങയുടെ ദാനമാണല്ലോ കർത്താവെ. നീ വിളിച്ച ഒന്നാക്കിയ നാൾ മുതൽ ദൈവപരിപാലനത്തിൽ ജീവിക്കുന്ന നിൻ്റെ കുടുംബങ്ങൾക്കായ പ്രത്യേകം സ്തോത്രം. ഭൗതിക നന്മകൾ തമ്പുരാൻ ഏൽപ്പിച്ച കുഞ്ഞുങ്ങൾ എല്ലാറ്റിനും ഞങ്ങൾ കണക്ക് പറയേണ്ടവരാണല്ലോ. വിശ്വസ്തയോടെ കാര്യവിചാരക ബോധത്തോടെ എല്ലാറ്റിനെയും കൈകാര്യം ചെയ്യുവാനും പരിപോഷിപ്പിക്കുവാനും ഞങ്ങളെ നീ പ്രാപ്തരാക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, മരണം വരെ തുടരേണ്ട പിരിയാബന്ധമാണല്ലോ വൈവാഹിക ബന്ധം. അതിൻ്റെ പവിത്രതയും പരിഭാവനതയും നിർമ്മലമായി സൂക്ഷിപ്പാൻ ഈ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. വിവാഹ വാർഷികം ആഘോഷിക്കുകയും ഇന്ന് വരുവാൻ സാധിക്കാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ നിന്നെ ദൃഷ്ടി വയ്ക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് നിന്റെ മക്കൾക്ക് എല്ലാവർക്കും പുതുവർഷം ഏറിയ കൃപയുടെ വർഷമാക്കി തീർക്കണമേ. കർത്താവ്, അങ്ങേക്ക് ഹിതമെങ്കിൽ ഒരു വർഷം കൂടെ പൂർത്തീകരിച്ച് വരുന്ന വർഷം ഇവിടെ വന്ന് മുട്ടുകളെ മടക്കാനുള്ള ഭാഗ്യവും ഇവർക്കെല്ലാം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. യേശു മിശിഹാ മൂലം പ്രാർത്ഥിക്കുന്നു. ദയോടെ കേൾക്കുമാറാകണമേ. പ്രത്യേക പ്രാർത്ഥനകൾ, പ്രത്യേക ആവശ്യങ്ങളുമായി ദൈവസന്നിധിയിൽ ആരെങ്കിലും കടന്നു വന്നിരിക്കുന്നുവെങ്കിൽ മുൻപിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥനയ്ക്കായി മുട്ടുകളെ മടക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ പ്രഭാതത്തിൽ ഈ വിശുദ്ധ ദിവസത്തിൽ കർത്താവെ, വിശുദ്ധ ആലയത്തിലേക്ക് കർത്താവെ അങ്ങയുടെ മുൻപോകെ വന്ന് നിൽപ്പാൻ തക്കോണം ഞങ്ങളെ നീയോട് യോഗ്യതയുള്ളവരാക്കിയത് ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. തിരുവൻപായ കർത്താവെ, ഞങ്ങൾ നിൽക്കുമ്പോൾ
അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ദൈവമേ, നീ നൽകിയിട്ടുള്ളതെല്ലാം അനുഗ്രഹങ്ങളാണല്ലോ. നടത്തിയിട്ടുള്ള വിധങ്ങൾക്കായി, വഴികൾക്കായി നന്ദിയോടെ സ്തോത്രമെന്ന് പറയുവാൻ നിൻ്റെ മക്കളെ എല്ലാം നീ അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് തിരുമുൻപാകെ തലകളെ വണക്കി മുട്ടുകളെ മടക്കി കർത്താവെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഈ നിൻ്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ കഴിഞ്ഞ നാളുകളിൽ നീ അവരെ നടത്തിയതോർത്ത് നന്ദിയോടെ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും തമ്പുരാനോട് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ആവശ്യങ്ങളുമായി, ഭാരങ്ങളുമായി, പ്രയാസങ്ങളുമായി, വേദനകളുമായി, സങ്കടങ്ങളുമായി ആരെങ്കിലും ദൈവസന്നിധിയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നുവെങ്കിൽ അവരുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ, അവരുടെ യാചനകളെ നീ ശ്രദ്ധിക്കണമേ. കർത്താവെ, അവരുടെ സങ്കടങ്ങൾക്ക് മറുപടിയുമായി നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ മക്കൾക്കെല്ലാം ഏറ്റവും അനുഗ്രഹീതമായ ജീവിതവും ഏറ്റവും അനുഗ്രഹീതമായ അനുഗ്രഹങ്ങളും തമ്പുരാൻ ഒരുക്കി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ പൂർണ്ണമായ ദൈവങ്ങൾ സമർപ്പിക്കുന്നു. തുടർന്നും അനുഗ്രഹിക്കണമേ, വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥന പ്രിയപിതാവേ കരുണയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഗായക സംഘത്തിൻ്റെ പ്രതിഷ്ഠാ ശുശ്രൂഷ ഇപ്പോൾ നടക്കുകയാണ്. ഗായക സംഘാംഗങ്ങൾ ഇപ്പോൾ മുൻനിരയിലേക്ക് വന്ന് തങ്ങൾക്ക് ലൈനായിട്ട് നിന്ന് ഈ പ്രതിജ്ഞ, ഈ പ്ലഡ്ജ് എൻ്റെ പിന്നാലെ ഏറ്റുപറയാം. നമ്മുടെ ഗായക സംഘം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സേക്രഡ് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ രജിസ്റ്റർ ചെയ്ത ഗായക സംഘമാണല്ലോ. നമുക്ക് 2 ഗായക സംഘങ്ങളാണ് ഉള്ളത്, കൊയർ എ ആൻഡ് കൊയർ ബി. ദിസ് ഈസ് കൊയർ ബി. They are leading the Malayalam Holy Communion service. The choir A is leading the English Holy Communion service. എല്ലാ വർഷവും ഗായക സംഘ അംഗങ്ങൾ സഭ നിശ്ചയിച്ച ഈ പ്ലഡ്ജ് ഇത് ഏറ്റുപറഞ്ഞ് സൈൻ ചെയ്ത് സമർപ്പിച്ചാണ് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്. ഇപ്പോൾ ഈ ഗായക സംഘാംഗങ്ങൾ ഇടവക ശുശ്രൂഷയ്ക്കായി തങ്ങളെ സമർപ്പിക്കുന്നതിൻ്റെ അടയാളമായി ഈ പ്ലഡ്ജ് എൻ്റെ പിന്നാലെ ഏറ്റുപറയുകയാണ്. മാർത്തോമ ഇടവക ഗായക സംഘം അംഗമായ ഞാൻ യേശുവിനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിക്കുന്നു. ഗായക സംഘ അംഗത്വത്തിലൂടെ ദൈവരാജ പ്രവർത്തനത്തിൽ പങ്കാളിയാകാനുള്ള ദൈവവിളി ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ താലന്തുകൾ ദൈവദാനമെന്നുള്ള തിരിച്ചറിവിൽ ഞാൻ അവയെ വിനിയോഗിക്കും. ഗാനപരിശീലനങ്ങളിലും പള്ളി ആരാധനയിലും വിശുദ്ധ കുർബാനയിലും ഞാൻ ക്രമമായി പങ്കെടുക്കും. ഗായക സംഘത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉത്തരവാദിത്വപൂർവം എൻ്റെ പങ്ക് നിർവഹിക്കും. ഗായക സംഘ ശുശ്രൂഷയിലൂടെ ആരാധനയ്ക്ക് നേതൃത്വം നൽകുവാൻ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു എന്ന ദർശനത്തിൽ
ഞാൻ നിലനിൽക്കും. കർത്താവ് ഇതിനെന്നെ സഹായിക്കട്ടെ. ആമീൻ. ദൈവമായ കർത്താവേ, ഈ പ്രിയപ്പെട്ട നിന്റെ മക്കൾ, അവർക്ക് ദൈവം നൽകിയ ആയുസ്സ്, അവർക്ക് ദൈവം നൽകിയതായ ശബ്ദം ദൈവരാജ്യ ശുശ്രൂഷയ്ക്കും സഭയുടെ വളർച്ചയ്ക്കുമായി പൂർണ്ണമായിട്ട് ഇതാ അർപ്പിച്ചിരിക്കുന്നു. അവിടുന്ന് യെശയ്യാവിൻ്റെ അധരങ്ങളെ ശുദ്ധീകരിച്ചതുപോലെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇവരെ അധരങ്ങളെ തൊട്ട് ശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മ പ്രേരിതരായി പരിശുദ്ധാത്മാവിൻ നിറവിൽ ശുശ്രൂഷയിൽ സഹായിപ്പാൻ, ഇടവകയ്ക്ക് തങ്ങൾ പാടുന്ന ഗാനങ്ങളിൽ കൂടെ ദൈവത്തോട് കൂടുതൽ അടുപ്പം ഉണ്ടാക്കുവാൻ ഇവരെ നീ എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തമ്മിൽ സ്നേഹിപ്പാനും മറ്റൊരു അന്യൻ്റെ കഴിവുകളെ അംഗീകരിപ്പാനും പ്രോത്സാഹിപ്പാനുള്ള കൃപ നിൻ്റെ മക്കൾക്ക് നൽകണമേ. ഈ വരുന്ന ഒരു വർഷം ഇടവകയ്ക്ക് ആത്മീയമായ വളർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന കൂട്ടമായി ഈ ഗായക സംഘത്തെ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യണമേ. യേശു മശീഹായുടെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവമായ കർത്താവ് അനുഗ്രഹമായ ശുശ്രൂഷയ്ക്കായി ബലപ്പെടുത്തട്ടെ. കർത്താവ് ശുശ്രൂഷയ്ക്ക് ബലപ്പെടുത്തട്ടെ. കർത്താവ് തൻ്റെ ആത്മാവിനെ നിറച്ച് നടത്തട്ടെ. കർത്താവ് ഈ ശുശ്രൂഷയ്ക്കായി സഹായിക്കട്ടെ. കർത്താവ് ബലപ്പെടുത്തട്ടെ. കർത്താവ് അനുഗ്രഹിച്ച് ശുശ്രൂഷയിൽ ബലപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ കൃപ എപ്പോഴും കൂട്ടിയിരിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷയ്ക്കായി ശക്തി നൽകട്ടെ. ദൈവാത്മാവിൽ നിറച്ച് നടത്തട്ടെ. കർത്താവ് ഈ ശുശ്രൂഷയ്ക്കായി ബലപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ കാരുണ്യം എപ്പോഴും കൂടെയിരിക്കട്ടെ. കർത്താവ് അനുഗ്രഹിച്ച് ബലപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ കൃപയിൽ കാക്കട്ടെ. കർത്താവിൻ്റെ കൃപ എപ്പോഴും കൂടെയിരിക്കട്ടെ. കർത്താവ് അനുഗ്രഹിച്ച് പരിപാലിക്കട്ടെ. കർത്താവ് അനുഗ്രഹിച്ച് ശുശ്രൂഷയ്ക്കായി ഒരുക്കട്ടെ. കർത്താവിൻ്റെ വലം കൈ എല്ലായ്പ്പോഴും കൂടെയിരിക്കട്ടെ. കർത്താവ് ശുശ്രൂഷയ്ക്കായിട്ട് എപ്പോഴും ബലപ്പെടുത്തുമാറാകട്ടെ. Announcements for this week. Next Sunday we'll be having Holy Communion service in English at 7 a.m. and Malayalam at 10:15 a.m. Holy Communion at Lingarajapuram Chapel will be held on next Sunday 7:30 a.m. Today Divine Service will be held in the church in English at 10:15 a.m. Prayer meetings for today. Viveknagar area prayer meeting will be held today 4 p.m. at the residence of Mr. Matthew Abraham Achenkunje. HAL Whitefield area prayer meeting will be held today 4 p.m. at the residence of Colonel Jacob Abraham. Fasting prayer meeting will be held on Friday 10:30 a.m. in the church. Circular number 184 from Dr. Theodosius Marthoma Metropolitan. നമ്മുടെ അധികാരത്തിൽപ്പെട്ട സകല പള്ളികളുടെയും വികാരിമാരും ദേശത്തെ പട്ടക്കാരും പള്ളിക്കൈക്കാരും ജനങ്ങളും കണ്ടെന്നാൽ നിങ്ങൾക്ക് വാഴ്വ്. 2026 ജൂൺ മാസം 14 തീയതി പരിസ്ഥിതി ഞായറാഴ്ചയായി സഭ വേർതിരിച്ചിരിക്കുന്നു. ഇന്ന് പ്രപഞ്ചം അഭിമുഖീകരിക്കുന്ന പാരിസ്ഥിതിക പ്രതിസന്ധി നമ്മെ ബാധിക്കാതോ നമ്മിൽ നിന്ന് ദൂരെയുള്ളതോ അല്ല. വർദ്ധിച്ചു വരുന്ന ആഗോള താപനില, ക്രമരഹിതമായ മഴ, വിനാശകരമായ വെള്ളപ്പൊക്കം, നീണ്ടു നിൽക്കുന്ന വരൾച്ചയും കഠിന ചൂടും തീവ്രമാകുന്ന ചുഴലിക്കാറ്റുകൾ, ജൈവ വൈവിധ്യത്തിൻ്റെ വ്യാപകമാകുന്ന നഷ്ടം എന്നിങ്ങനെയുള്ള ഭയാനകമായ പാരിസ്ഥിതിക മാറ്റങ്ങൾക്ക് കഴിഞ്ഞ നാളുകളിൽ നാം സാക്ഷ്യം വഹിച്ചു. മനുഷ്യൻ്റെ അമിതത്വത്തിൻ്റെയും അവഗണനയുടെയും ഫലമായി ഞരങ്ങുന്ന ഒരു സൃഷ്ടിയിലേക്കാണ് ഈ യാഥാർത്ഥ്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടി ഞരങ്ങുമ്പോൾ വിശ്വാസ സമൂഹം എന്ന നിലയിൽ നമുക്ക് നിസ്സംഗത പാലിക്കാൻ കഴിയുകയില്ല. ഭൂമിയോടുള്ള പരിചരണം ഐശ്വര്യമല്ല, അത് നമ്മുടെ ആത്മീയതയുടെയും ശിഷ്യത്വത്തിൻ്റെയും ദൈവത്തോടുള്ള അനുസരണത്തിൻ്റെയും പ്രകടനമാണ്. കാത്തുസൂക്ഷിപ്പാനും പരിപാലിക്കുവാനും നമ്മെ ഏൽപ്പിച്ച സൃഷ്ടിയെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ കടമയും ഉത്തരവാദിത്വവുമാണെന്ന് മനസ്സിലാക്കി ജാഗ്രതയോടെ പ്രവർത്തിക്കണം എന്ന് ഉദ്ബോധിപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാട്ടെ എന്ന് ക്രിസ്താബ്ദം 2026 മെയ് മാസം 9 തീയതി തിരുവല്ല പൂലാത്തിൽ നിന്നും ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത. Kalpana from Right Reverend Dr. Gregorios Mar Stephanos, Episcopa. Dearly beloved in Christ, the term of the office of the existing Sabha Council ends
with the Mandalam meeting to be held on 27, 28, and 29th August 2026, as per clause 164(1)(9) AC of the Constitution. The election of the new Sabha Council is to be completed before the first meeting of the new Mandalam by exercising the power under clause 390A of the Constitution of the election of the office bearers of the church, and the Vaidika Selection Committee are conducting along with the election of Sabha Council member through postal ballot in our diocese, which was intimated earlier through Circular Kalpana number 186. The details of the election and the Kalpana will be published in the notice board. Kindly go through it. With prayerful regards, yours in his service, Right Reverend Dr. Gregorios Mar Stephanos, Diocesan Bishop. Notice of the organization. Sunday school classes will begin today 9 a.m. after the summer holidays. The annual coin collection drive for the Sunday school Samajam will be held on 21st and 28th June. Yodhana Sakyam Youth and Student Fellowship meeting will be held immediately after the service in the church. Yodhana Sakyam meeting will be held after the second service. Seviya Sangam. The Seviya Sangam annual retreat will be held on 20th of Saturday, June on 10 a.m. in the church. Cottage Fellowship, HAL area prayer group Seviya Sangam Cottage Fellowship will be held on 16th Tuesday 4 p.m. at the residence of Miss Jolie Jacob. Madiwala area prayer group Seviya Sangam will be held on 17th June, Wednesday 4 p.m. at the residence of Miss Mariama Kurian. Idavu Mission. Notice for the central meeting. Dear Achans, the first central meeting of Marthoma Voluntary Evangelist Association, Bangalore Center, will be held on Saturday, the 27th June 2026 at 10 a.m. at St. Stephen's Marthoma Church, Carmel Ram, Bangalore. Our President, Reverend Saji Thomas, will preside the meeting. Reverend Matthew T. Nan, MTH student, UTC Bangalore, will be the main speaker. All the Idavu Mission members are requested to be present at the meeting prayerfully. Idavu Mission house visits will be held on Wednesday at 5 p.m. Marthoma Service Fellowship. The Marthoma Service Fellowship meeting will be held on 27th of June 2026, Saturday, from 4:30 p.m. to 5:30 p.m. in the church. The YUFF annual general body meeting will be held immediately after the second service to transact the following agenda: annual report, annual audited accounts, annual budget, and election of the office bearers, AOB. Medical camp. The medical camp will be held next Sunday, immediately after the first service. Marthoma Suvishesha Prasanga Sangam membership list is published in the notice board. Kindly go through it. അടുത്ത ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ ഹോസ്കോട്ടെ മിഷണറിയും ഹോസ്പിറ്റൽ ഡയറക്ടറുമായിരിക്കുന്ന ജോൺസൺ ഉണ്ണിത്താനച്ചൻ ഹോസ്കോട്ടെ ദിനത്തിനായുള്ള നമ്മൾ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പള്ളിയിൽ സംബന്ധിക്കുന്ന വിവരം നിങ്ങളെ പ്രത്യേകിച്ച് അറിയിക്കുകയും ചെയ്യും. നമ്മുടെ അടുത്ത ലക്കം പാരീഷ് മെസ്സഞ്ചർ ജൂലൈ സെപ്റ്റംബർ എഡിഷനുള്ള പ്രാർത്ഥനയോഗ സംഘടന ലിസ്റ്റുകൾ ഈ ആഴ്ചയിൽ തന്നെ ഇടവക സെക്രട്ടറി പക്കൽ നൽകേണ്ടത് ആവശ്യമാണ്. നമുക്ക് ജൂലൈ ഫസ്റ്റ് വീക്കിൽ തന്നെ അത് പ്രസിദ്ധീകരിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ പ്രയർ ഗ്രൂപ്പ്സിലും പ്രാർത്ഥനകൾ കൃത്യമായി പ്രാർത്ഥനാ പദ്ധതികൾ ക്രമീകരിക്കേണ്ടതാണ്. സെവിയ സംഘത്തിൻ്റെ ഏറിയ പ്രയർ മീറ്റിംഗ്സ് അതാത് ഭാഗത്തുള്ളവർ സ്ഥലങ്ങൾ കണ്ടെത്തി ക്രമീകരിക്കണം. സംഘടനകളുടെ ലഘു റിപ്പോർട്ട്, ഫോട്ടോസ് ഒക്കെ ഈ ആഴ്ചയിൽ നൽകി അത് പ്രസിദ്ധീകരിക്കാൻ സഹായിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇപ്പോൾ അറിയിച്ചതുപോലെ നമ്മുടെ സെവിയ സംഘത്തിൻ്റെ ആനുവൽ റിട്രീറ്റ് ഈ വരുന്ന ശനിയാഴ്ച 20-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ പള്ളിയിൽ നടക്കുകയാണ്. ഇടവകയിലെ എല്ലാ സെവിയ സംഘ അംഗങ്ങളും ആ റിട്രീറ്റിൽ വന്ന് സംബന്ധിക്കണം. നമുക്ക് ഒരു ഉച്ചവരെയുള്ള സമയം ഒരുമിച്ചിരുന്ന് ധ്യാനിക്കുവാനും പഠിക്കുവാനും പ്രാർത്ഥിക്കാനുള്ള അവസരമാണ്. അതിനെ ഗൗരവമായി കണ്ടെത്തി എല്ലാ ഏരിയ സെവിയ സംഘ കമ്മിറ്റി അംഗങ്ങൾ
തങ്ങളുടെ ഏറിയ ഗ്രൂപ്പ്സിൽ ഈ വിവരം അറിയിക്കുകയും പരമാവധി ആളുകളെ നേരിട്ട് വിളിച്ച് ഈ റിട്രീറ്റിൽ സംബന്ധിപ്പിക്കണമെന്ന് പ്രത്യേകിച്ച് നിങ്ങളെ അറിയിക്കുകയാണ്. ഇന്ന് പരിസ്ഥിതി ഞായറായി ആചരിക്കുമ്പോൾ നമ്മളുടെ കൊയർ എ, ഇംഗ്ലീഷ് കൊയർ, ചില സാപ്ലിങ്സ്, ചെടികൾ വിൽപ്പനയ്ക്കായിട്ട് പുറത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. അത് ബന്ധപ്പെട്ടവരിൽ നിന്ന് വാങ്ങി ഭവനങ്ങളിൽ കൊണ്ടുപോയി അത് പരിപാലിച്ച് നമ്മുടെ പരിസ്ഥിതിയെ, നമ്മുടെ ഭവനങ്ങൾ അലങ്കരിക്കുവാനും നമ്മുടെ പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുവാനും ശ്രമിക്കണമേ എന്ന് സ്നേഹത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ്. വീരസാന്ദ്ര മർത്തമ സെൻറ്ററിൻ്റെ ഭൂമിയിൽ കൃഷി ചെയ്ത നല്ല മധുരകരമായ മാംഗോ ഇവിടെ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. ഇന്ന് അത് നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ടു പോകാനുള്ള അവസരമുണ്ട്. സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. കഴിഞ്ഞ ഞായറാഴ്ച നമ്മളുടെ ഫസ്റ്റ് കമ്മ്യൂണിക്കൻസ് ആദ്യ കുർബാന ക്രമീകരിച്ചതിൽ ആ ക്രമീകരണത്തിൽ വളരെ ഭംഗിയായി എല്ലാവരും അഭിനന്ദിക്കുന്ന വിധത്തിൽ ആ ക്രമീകരണങ്ങൾ ചെയ്ത 37 കുട്ടികളുടെ പേരൻസിനെ പ്രത്യേകിച്ച് ഒരിക്കൽ കൂടെ അഭിനന്ദിക്കുന്നു. അന്ന് ആ ശുശ്രൂഷയ്ക്കായി സഹായിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് ആ 37 കുടുംബങ്ങളാണ് പള്ളിയിൽ വന്ന 1100ഓളം ആളുകൾക്ക് നല്ല ലഞ്ച് ക്രമീകരിച്ചത്. അവരോടുള്ള സ്നേഹം അറിയിക്കുന്നു. എല്ലാം വളരെ ചിട്ടയായി, യാതൊരു കൺഫ്യൂഷനില്ലാതെ എല്ലാം ഭംഗിയായിട്ട് ക്രമീകരിച്ചു. അവരെ സഹായിച്ച ഗായക സംഘം, മറ്റംഗങ്ങൾ എല്ലാവരെയും പ്രത്യേകിച്ച് ഞാൻ ദൈവനാമത്തിൽ അഭിനന്ദിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഫസ്റ്റ് കമ്മ്യൂണിയൻ കൊണ്ട കുഞ്ഞുങ്ങൾ എത്ര പേര് പള്ളി വന്നിട്ടുണ്ട്? എഴുന്നേറ്റ് വന്നേ കാണട്ടെ. പ്ലീസ് കൈൻഡ്ലി സ്റ്റാൻഡ്. ഓക്കെ. കുറച്ചേറെ പേര് വന്നിട്ടുണ്ട്. വെൽ, ഗുഡ്. ബാക്കിയുള്ള കുഞ്ഞുങ്ങളെയും പേരൻസ് ശ്രദ്ധിച്ച് അവരെ മാസത്തിൽ എല്ലാ ആഴ്ചകളിലും പള്ളിയിൽ കൊണ്ടുവരിക, കുർബാന കൊടുക്കാനായി സ്വീകരിപ്പാൻ അവരെ ഒരുക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകിച്ച് നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. അല്ലെങ്കിൽ അവരതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുത്തി കളയും. അതുണ്ടാകാതെ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കും. നമ്മുടെ സൺഡേ സ്കൂൾ, പ്ലീസ് ഇതാണ്, സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ ഇന്ന് ആരംഭിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സീറ്റ് എല്ലാം മുൻപിലാണ്. സൺഡേ സ്കൂൾ കുട്ടികളുടെ അത് അവധി കഴിയുമ്പോൾ മറന്നു പോകരുത്. എല്ലാ കുഞ്ഞുങ്ങളെയും മുൻപിൽ കൊണ്ടിരുത്താൻ പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഓർപ്പിക്കട്ടെ. ഇന്ന് അതിഥികളായി പള്ളിയിൽ വന്ന ആരെങ്കിലും ഉണ്ടോ? വിസിറ്റേഴ്സ്, ന്യൂ കമേഴ്സ് ആരെങ്കിലും ഉണ്ടോ? കൈൻഡ്ലി സ്റ്റാൻഡ് അപ്പ്. ഓക്കെ, മൈക്കൊന്ന് കൊടുത്തേ. Good morning. Good morning. My name is Nia. I'm coming from Trivandrum, Kerala. My home parish is Bethel Marthoma Church, Mukkolikan, and I'm here with Pensi Auntie and Laura. Thank you. പെൻസിയുടെ റിലേറ്റീവ് ആണോ? ഓക്കെ, ഗുഡ്. വെൽക്കം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് മാമൻ ഡാനിയൽ. ഞാൻ തിരുവല്ല സ്വദേശിയാണ്. ഇവിടെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഇയർ PG MA ഇംഗ്ലീഷ് ജോയിൻ ചെയ്തേ ഉള്ളൂ. ഈ ആഴ്ചയാണ് വന്നത്. മടിവാള പ്രയർ ഗ്രൂപ്പിലെ ഷേമ ആൻഡ് ക്രിസ്ത്യൻ ദമ്പതികളുടെ സഹോദരനാണ്. ഷേമയുടെ ബ്രദറാണ്. നമ്മുടെ ദാനിയൽ മാമനസൻ്റെ മകനാണ്. ഇപ്പോൾ തിരുവല്ല MLA വർഗീസ് മാമൻ ഉപ്പാപ്പനാണ്. പ്രത്യേക സ്വാഗതം. ചേച്ചി ഉണ്ടോ? വന്നിട്ടുണ്ടല്ലോ. ചേച്ചിയുടെ കൂടാണോ താമസിക്കുന്നത്? അല്ല, ഹോസ്റ്റലിലാക്കിയേക്കുക. നല്ല കാര്യം. ഗുഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് അഭിഷേക് വർഗീസ് നൈനാൻ. എൻ്റെ പള്ളി ചുനക്കര സെൻറ് തോമസ് മർത്തോമയാണ്. ഞാൻ ക്രൈസ്റ്റിൽ ആണ് ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയർ UG സ്റ്റുഡൻ്റ് ആണ്. അങ്ങനെ. ഓക്കെ, ചുനക്കര. ചുനക്കര. ഓക്കെ മോനെ, വെൽക്കം മോനെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് അന്ന മറിയമ്മായി. ഞാൻ ചെറുകോൽ മാർത്തോമ ഇടവകാംഗമാണ്. ഞാനിപ്പോൾ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു. BBA LLB വിദ്യാർത്ഥിനിയാണ്. ഓക്കെ, ഗുഡ്. നമ്മുടെ പേരെന്നൂടെ പറഞ്ഞേ. അന്ന മറിയം ഐപ്പ്. അന്ന മറിയം ഐപ്പ് ഫ്രം ചെറുകോൽ. കോഴഞ്ചേരിക്കാർക്കൊക്കെ അല്ല, മാവേലിക്കര ചെറുകോല. സോറി, മാവേലിക്കരക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്നയെ ഇന്ന് തന്നെ ഒന്ന് പരിചയപ്പെടണം. ഓക്കെ, വെൽക്കം. എൻ്റെ പേര് കെസിയ. ഇതാണ് സിസ്റ്റർ അബിയ. ഞാനിവിടെ യലഹങ്കയിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഷീ ഗോട്ട് അഡ്മിഷൻ ഇൻ ക്രൈസ്റ്റ്. ഞങ്ങൾ മാത്യു അങ്കിളിൻ്റെ കൂടെയാണ് ഇന്ന് വന്നത്. ഓക്കെ. അങ്കിൾ എന്ത് ചെയ്യും? ഓക്കെ, പ്രത്യേക സ്വാഗതം. എല്ലാ ആഴ്ചയും വരണം കേട്ടോ. എല്ലാം കഴിച്ചത് ദൂരമാ. സെക്കൻഡ് ടൈമാണ് വരുന്നത്. കഴിഞ്ഞ വർഷം ഓഷന ഞായറാഴ്ച വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അപ്പ ഡോക്ടർ തോമസ് ജോർജ് ആണെന്ന് പ്രസംഗിച്ചത് ഇവിടെ. ഓക്കെ, ഗുഡ്. ഞങ്ങൾ ഫോർട്ട് കൊച്ചി മർത്തോമ ചർച്ചിൻ്റെ ഇടവക. ഫോർട്ട് കൊച്ചി, അറിയാം. മോളെവിടെ താമസിക്കും? ഹോസ്റ്റലിലാണോ?
ഇവരുടെ കൂടെ നിൽക്കുന്നത്. ആണോ? ഓക്കെ ഓക്കെ, ഗുഡ്. വെൽക്കം വെൽക്കം. നിങ്ങളുടെ എൻ്റെ പേര് ജെമി സൂസൻ ജേക്കബ്. ഞാൻ കൊല്ലം പുനലൂരിൽ നിന്ന് വരുന്നു. എൻ്റെ മാതൃകടവ നരിക്കൽ ബഥേൽ മാർത്തോമ. ഞാനിപ്പം ഇവിടെ ക്രൈസ്റ്റിൽ BA എക്കണോമിക്സ് സോഷ്യോളജി ഫസ്റ്റ് ഇയർ ആണ്. ഒരാഴ്ചയായി ക്ലാസ് തുടങ്ങിയിട്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയും വന്നിട്ടുണ്ടായിരുന്നു. ഗുഡ് ഗുഡ്. ഞാൻ ഏബ്രഹാം കുര്യൻ അങ്കലിൻ്റെ കൂടെയാണ് വന്നത്. ഓക്കെ, എബ്രഹാം കുര്യനാണല്ലോ കൊണ്ടുവന്നേ. ഓക്കെ, ഗുഡ്. ഇങ്ങനെ ഓരോരുത്തരെ കൂട്ടിക്കൊണ്ട് വരികയും അവരെയൊക്കെ സ്വീകരിക്കുകയും ചെയ്യുന്നത് വലിയ സന്തോഷമാണ്. ഇത് നിങ്ങളുടെ വീടാണ്. ദിസ് ഈസ് യുവർ ഹോം, ഹോം എവേ ഫ്രം ഹോം. എല്ലാ ഞായറാഴ്ചയും ഇവിടെ വരണം. ഇവിടെ നല്ലൊരു ഫെലോഷിപ്പ് ഉണ്ട്, അതിൻ്റെ ഭാഗമാകണം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പഠനകാലം ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പേരൻസ് ഒത്തിരി പ്രതീക്ഷയോടാണ് ബാംഗ്ലൂരിലേക്ക് അയച്ചിരിക്കുന്നത്. ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് പഠിച്ച് വളർന്ന് മിടുക്കരാകുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും സ്നേഹത്തോടെ ഇടവകയിലേക്കും ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഇന്ന് നമ്മുടെ ശുശ്രൂഷയിൽ നമ്മെ സഹായിക്കും നമ്മളുടെ ഗായക സംഘമാണല്ലോ. അവിടെ പേരുകൾ വേഗം ഞാൻ അറിയിക്കട്ടെ. ഇന്ന് ഫസ്റ്റ് പാർട്ട് സർവീസ് അസിസ്റ്റ് ചെയ്ത ഡോണി വർഗീസ്, ജ്യോതി സെസ്തർ. മധുബായിൽ അസിസ്റ്റ് ചെയ്യുന്ന റോഷൻ തോമസ്. ബൈബിൾ റീഡിംഗ് ജോർജ് തോമസ്, അനീഷ സാജൻ. ഓഫർട്ടറി സ്വീകരിക്കുന്ന ഏബൽ വർക്കി, എബൻ ഈപ്പൻ മാത്യു, ലിയ മറിയം ജാസ്മിൻ, ഇവ ആൻഡ് ഡോണി, ഈഥൻ കോവൂർ, എൽസ മറിയം മാത്യു. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്ന മിസ്സസ് ബ്ലസി അനുജ് നയനാൻ. പ്രസംഗശേഷം പ്രാർത്ഥിക്കുന്ന സജി ഫിലിപ്പ്. കിസ് ഓഫ് പീസ് സ്വീകരിക്കുന്ന അന്ന കോശി, ജെൻസി നിതിൻ, പ്രവീൺ സക്രയ, കുര്യൻ എബ്രഹാം, ആരൻ എസ് ഫിലിപ്പ്, ഏബൽ അബു മാത്യു. ഇൻ്റർസെസറി പ്രയർ ജെസി കുര്യൻ, നിതിൻ കോവൂർ, ശുഭ ജോർജ്, സ്മിത അരുൺ, ജോയ്സ് മാത്യു, സാം യോഹന്നാൻ. നമ്മെ എല്ലാവരെയും സ്വീകരിച്ച് പള്ളിക്കുള്ളിൽ പ്രവേശിപ്പിച്ച അനീഷ സനുസ് നയനാൻ, അരുൺ ജോർജ് ഡാനിയൽ, ഇവരെ എല്ലാവരെയും ഞാൻ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നല്ല യൂണിഫോമൊക്കെ ധരിച്ച് നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്നു. പലപ്പോഴുമൊക്കെ ഇങ്ങനെ വന്ന് ഇരിക്കണം, അതാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അടുത്ത ഞായറാഴ്ച കുറമംഗല പ്രയർ ഗ്രൂപ്പാണ് നേതൃത്വം നൽകുന്നത്. ഇപ്പോൾ പാട്ടുപാടി സ്തോത്രകാഴ്ച സ്വീകരിക്കും. ഗായക സംഘം പാടുന്നത് DSMCയുടെ ഈ വർഷത്തെ ഈ DSMC സൺഡേക്കായുള്ള സ്പെഷ്യൽ സോങ് ആണ്. സ്ക്രീനിൽ നിങ്ങൾ കാണാം. ചേർന്ന് പാടി പഠിക്കാനായിട്ട് ശ്രമിക്കുക.
ദൈവമായ കർത്താവേ, അങ്ങയുടെ സന്നദ്ധിയിൽ ഇത് അടിയങ്ങൾ ചേർന്ന് അടിയങ്ങളെ സമ്പൂർണ്ണമായി അർപ്പിക്കുന്നതിൻ്റെ അടയാളമായി ഈ സ്തോത്ര കാഴ്ചകളെ അർപ്പിച്ചിരിക്കുന്നു. തമ്പുരാനെ, അവിടെ നിന്ന് ഇത് സ്വീകരിക്കണമേ. ഹാബേലിൻ്റെ ബലി പോലെ അങ്ങേക്കിത് സൗരഭ്യമായി തീരണമേ. കർത്താവെ, ഞങ്ങൾക്ക് ഉള്ളതിൻ്റെ ഒരംശം മാത്രം നൽകിയുള്ളെങ്കിലും ഞങ്ങളുടെ ഉള്ളു മുഴുവൻ അങ്ങയുടെ കാര്യങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. അവിടുത്തെ ഹിതം പോലെ ഞങ്ങളെ ആക്കണമേ. ഗായക സംഘ ശുശ്രൂഷയ്ക്ക് ഇതിനെ എടുത്ത് അവിടുന്ന് ഉപയോഗിക്കണമേ. യേശു മശീഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് മിസ് ബ്ലെസ്സി അനുജനെ ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. Greetings to you all in the matchless name of our Lord and Savior Jesus Christ. Before we begin our meditation this morning, may I take a moment to thank the Vaikas of our parish, Bobby Achin, Manjush Achin and Jobin Achin, and the office bearers of the MTSE Primrose Road, Choir B, for giving me this opportunity to stand before you and to share the word of God. As the Marthoma Sabha observes today as Environment Sunday, ഇന്നത്തെ തീമാണ് സൃഷ്ടിയുടെ ദൈവിക ഭാഷണം. Creation speaks of God. At the same time, നമ്മുടെ ഇടവക DSMC Sunday അല്ലെങ്കിൽ Choir Dedication Sunday ആയിട്ട് കൊണ്ടാടുകയാണല്ലോ. What a beautiful convergence of both these themes, I would say. On one side, the creation is speaking, proclaiming God's glory and care. On the other side, the choir dedicates themselves to join in that song of praise. The Bible portion selected for this morning is from the gospel reading we heard from St. Luke chapter 12, 24 to 27. Let's turn our Bibles to St. Luke chapter 12, verses 24 to 27. Consider the ravens. They do not sow or reap. They have no storeroom or barn, yet God feeds them. And how much more valuable you are than birds. Who of you, by worrying, can add a single hour to your life? Since you cannot do this very little thing, why do you worry about the rest? Consider how the wildflowers grow. They do not labor or spin, yet I tell you, not even Solomon in all his splendor was dressed like one of these. Let's look to the Lord in prayer. Heavenly Father, as we come to listen to your word, we seek your guidance. Open our hearts and minds to understand what you want to speak to us today. Lord, guide my words and shape my thoughts so that all I say may honor you. Use me as an instrument of your message. Speak to us, Lord, for we are listening. In Jesus' name we pray. Amen. As the psalmist tells us, the heavens declare the glory of God. Not will declare, not might declare, but is declaring. They are declaring to us right now the glory of God. As we also heard in the first lesson today from Job, ask the animals and they will teach you, or the birds in the sky and they will tell you, or speak to the earth and it will teach you, or let the fish in the sea inform you. Which of all these does not know that the Lord has done this? Job 12, 7 to 8. Like I already mentioned, on one side, creation is speaking, proclaiming God's glory. On the other side, the choir is dedicating themselves to join that song of praise. And in the middle of these two, we hear a voice of Jesus saying, "Do not worry.
Consider the ravens, consider the lilies or the wildflowers. What a gentle invitation. Not a command to do something great, but a call to pause, observe, and learn. I'd like to point to our first thought of today. Creation is singing, proclaiming God's glory. Creation is singing, proclaiming God's care and glory. Jesus points to the ravens here. Jesus could have chosen anything else in the creation. He could have pointed to the eagle, so splendor and majestic. He could have pointed to the peacock, beautiful and admired. But instead, he points to the ravens or crow out of all things. Let's, for example, think that we are going on a road trip, say to Wayanad, and we pass via the Bandipur forest, okay? And we are in our car with our children, and we see a peacock along the roadside. What is our reaction most of the times? Wow, I hear Jyotis saying wow. Yes, why I ask this is because in Bangalore, peacock is a very rare sight that we can see. So we tend to stop the car, try to click a picture, and if by chance the wings are all spread out, that picture would immediately go to Instagram or Snapchat. And we are all in beauty, in awe of its beauty. Have we ever done this to the ravens or the crows? Have we looked up and say, "Oh, Kaka, you're so beautiful"? Have we ever done that? I doubt. The Pavam Kaka, not known for its beauty, very ordinary, often ignored, easily overlooked. In many ways, it is one of the least admired birds in nature. And yet, Jesus uses the ravens as a teacher. Why do you think Jesus did that? Because even the most ordinary, unnoticed creature is sustained by God. The ravens do not create their own provision. They do not store up wealth. Yet, God feeds them. And then, Jesus points to the lilies or the wildflowers, full of beauty and splendor. So beautiful they are. So in one moment here, Jesus shows us both ends, the unnoticed and the uncelebrated, the admired and the radiant. And he says, God cares for you. And the same is true of us. Whether our talent is small or great, whether it seems so, or whether we are seen or unseen, every ability that we have, whether it's singing, playing, cooking, raising kids, or even encouraging the other person, that is a gift from God. So the question is not, how talented am I? Or am I gifted as someone else? The question here is, am I faithful with what God has given me? Am I faithful with what God has given me? Because a talent becomes meaningful only when it is offered back to the one who gave it. Jesus is teaching us that the creation itself is a living testimony of God's care, God's provision, and God's faithfulness. The birds are not anxious, yet they are sustained. The flowers do not strive, yet they are clothed in splendor. Srishti samsarikinu, the creation is speaking. Every bird in the sky, every flower in the field is silently proclaiming, God provides, God cares, God is faithful. But then Jesus turns to us and says, how much more valuable are you? If God cares for the birds, if God clothes the lilies, will he not care for you? Yet, the truth is, we worry. We worry a lot. We worry about tomorrow. We worry about our security, our recognition, and everything under the sun, we are worried. And in that worry, we stop listening to the creation. We stop trusting our Creator. That is why Jesus says, seek ye first the kingdom of God. In other words, it only means shift your focus from worry to worship, from anxiety to trust, from self to God. And now I'd like to draw your attention to the second point of the day. We are called
to join in the faithfulness in what God has given. First, I mentioned creation is speaking and they are singing God's glory. Second point here is that we are called to join in that song of praise, to depict our faithfulness in what God has given us. While creation is already singing, the church is called to join that song. Today, as the choir dedicates themselves, we must remember something or understand something very deeply. Singing here is not just about music. It is a response to who God is and what God has done for us. The birds are already singing without any practice. The flowers are already displaying God's glory and beauty without any makeup or any effort. But we who have received understanding, voice, and a calling are invited to consciously respond. The choir is not at all performing here. The choir is participating. And in what are we participating? We are participating in the ongoing worship of the creation. In the ongoing worship of the creation is what we are called to participate in. In our Marthoma tradition, worship is deeply musical. It is not just the choir that sings. It is our entire faith community. From the opening hymn to the final blessing or doxology, the entire congregation sings. It is not just the choir alone. The whole church becomes a choir. Every response, every hymn, every liturgical song is the voice of the community rising together to God. So today, choir dedication is not about a group of singers, but it is about rededicating each one of us participating in this worship. The question we need to ask ourselves, is our life aligned with our song? Is our life aligned with our song? What we sing here on Sunday must and should be what we live on Monday. What we sing here on Sunday must and should be what we live on Monday. നമ്മൾ ഇവിടെ പാടുന്ന ഓരോ പാട്ടും ജീവിതമായില്ലെങ്കിൽ അത് ആരാധനയല്ല. If every song that we sing doesn't become our life, then, my dear friends, it is not worship. The same God who feeds the ravens, the same God who clothes the lilies, is the God we proclaim through our songs and voices. And if the creation speaks of God, then we have a responsibility. We cannot destroy what God uses to reveal himself. We cannot neglect what God calls good. Even in small ways, by caring for nature, by living responsibly, by respecting creation, we become part of that testimony. At this juncture, I am reminded of a very powerful thought shared by our Vicar General, Reverend Dr. Isho Matthew Achin. And I quote him, "This earth is not donated to us by our predecessors, but is a loan taken by us from our children of future generation." I repeat that. It is a loan that we have taken from our children and our future generation. What a responsibility is that? What we received, we must preserve, we must protect, and must faithfully hand over. And that too is an act of worship. And that leads me to my final thought. From song to surrender, a life of worship. First was about creation speaking. Second, we are called to join in that song. And the third, that song should be complete surrender to lead a life of worship. If our song is truly a response to God, then it cannot end with the music. It must become our life. My dearly beloved brothers and sisters in Christ, worship does not end when the last note here fades. Worship begins when we step out into the real world. It is easy to sing, but it is harder to surrender completely. It is easy to lift our voices for a few minutes, but it's harder to offer our lives every day. But that is what God is calling us for. Not just songs from our lips, but surrender from our hearts.
because in the end, creation is singing, God is providing, the kingdom is calling, and we are invited, not just to listen, not just to sing, but to surrender. May this church and all of us here not only raise songs, but raise lives that glorify God. I would request you all, and especially the choir, to join me in singing this song, Ni Ente Sangedavam. Can the choir help me with that? Ni Ente Sangedavam, Ni Ente Kottayam, Ni Ente Prananayan, Ni En Devam, ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമായി അടിയനിതാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. May the Lord Almighty help each one of us to live a life of faith and surrender. Amen. സ്നേഹമാം ദൈവമേ, നിന്റെ സ്നേഹം അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. ഞങ്ങളോട് സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നല്ല കർത്താവും ദൈവമേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ കർത്താവ് അടിയങ്ങൾക്ക് അങ്ങയുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാനായിട്ടും, കർത്താവെ പല ഭവനങ്ങളായിരുന്നവർക്ക് കർത്താവെ ഒന്നിച്ചു കൂടുവാനായിട്ട് നൽകിയ ഈ അവസരത്തിനായിട്ട് നന്ദി കരയേറ്റുകയാവുന്ന കർത്താവെ, ഞങ്ങൾ വസിക്കുന്ന ഈ ബാംഗ്ലൂർ പട്ടണത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അടിയങ്ങളുടെ ഈ മർത്തോമ സഭയെ അനുഗ്രഹിച്ചാട്ട്, സഭയ്ക്ക് കർത്താവ് നേതൃത്വം നൽകുന്ന മെത്രാപ്പോലത്തെ അനുഗ്രഹിക്കണമേ, മറ്റ് തിരുമേനിമാരെ അനുഗ്രഹിക്കണമേ. കൃപയുടെ നിഴലിൽ അവരെ കർത്താവെ പരിപാലിച്ചാട്ട് കർത്താവെ, പ്രത്യേക അടിയങ്ങളുടെ കർത്താവ് ഇടവയ്ക്ക് നേതൃത്വം നൽകുന്ന ബോബി അച്ഛനെയും കുടുംബമായിട്ട് അനുഗ്രഹിക്കുന്ന മഞ്ജുഷ അച്ഛനെയും കർത്താവെ കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ. പിഞ്ചു കുഞ്ഞിനെ നിന്റെ കൃപയിൽ വഴി അനുഗ്രഹിച്ചാട്ട് കർത്താവെ, ജോബിനച്ഛനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ഇടവയിലെ കർത്താവെ എല്ലാ ഭവനങ്ങളെയും വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാർത്ത സഹജമായി പല ഭവനങ്ങളായിരിക്കുന്നവർ കൃപയിൽ വഴി നിർത്തിയാട്ട് കർത്താവെ, അവരുടെ ആശയങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ അതേപോലെ തന്നെ കർത്താവെ രോഗാവസ്ഥയിലായിരിക്കുന്നവരുണ്ട് ദൈവമേ. കർത്താവെ ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട്, ഓപ്പറേഷനായിട്ട് തയ്യാറെടുക്കുന്നവരുണ്ട് കർത്താവെ. നിൻ്റെ കൃപയിൽ അവരെ ബലപ്പെടുത്തി ശക്തീകരിച്ചാട്ട് കർത്താവെ ദൈവമേ. അതേപോലെ തന്നെ കർത്താവെ വിധമായിട്ടുള്ള ആവശ്യങ്ങളും ഭാരത്തിലും കർത്താവെ ഈ ആലയത്തിൽ കടന്നു വന്നവരോട് കരുണ ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ അങ്ങ് അറിയുന്ന കർത്താവെ, അവരോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ തലമുറകളോട് പ്രത്യേക കർത്താവെ ഞങ്ങളുടെ യുവതലമുറകളെ നിൻ്റെ കൃപയിൽ വഴി നടത്തണമേ ദൈവമേ. നന്മ തിന്മകളൊക്കെ തിരിച്ചറിയാനുള്ള പ്രാപ്തി അവർക്ക് നൽകി കൊടുത്താട്ട് കർത്താവെ, ഞങ്ങളുടെ ഒരു കുഞ്ഞുങ്ങൾ പോലും നശിച്ചു പോകുവാനായിട്ട് ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പക്ഷേ അതേപോലെ തന്നെ കർത്താവെ ഞങ്ങളുടെ ഈ കൊയറിനെ അനുഗ്രഹിക്കണം കർത്താവെ. അടിയങ്ങൾക്ക് നൽകിയ ഈ താലന്ത് കർത്താവെ നിന്റെ നാമം മഹത്വരൂപ്പാനായിട്ട് ഇടയാക്കിയാട്ട് കർത്താവെ, അങ്ങയുടെ നാമം മഹത്വം എല്ലാവരും ഇടയാക്കണം. സകലവും യേശുവിനെ അപേക്ഷിക്കുമ്പോൾ ദയയുടെ കൃപയുണ്ടായി കേൾക്കുമാറാണമേ. ആമേൻ. വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായി ഒരുങ്ങി തയ്യാറായി വന്നിരിക്കുന്നവർക്ക് ആയുധ സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് അനുതാപഹൃദയത്തോടെ കുമ്പസാര സമയത്ത് ചൊല്ലുന്നതായ അപേക്ഷ എൻ്റെ പിന്നാലെ ഏറ്റുചൊല്ലാം. സർവശക്തിയുള്ള ബാവാതമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യകമറിയാമിൽ ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശിഹാ തമ്പുരാനെ, നിനക്ക് വിരോധമായും
സകലത്തെയും ജീവിപ്പിക്കുന്നവനും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാൻ തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാവുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, ചുങ്കക്കാരനെയും ആ പാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചനത്തിന്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവിധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുദപിച്ച് തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമ്പന്നായ ദൈവം മനസ്സലിഞ്ഞ് സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തര കൂട്ടായ്മയിലും പുതുജീവിലും നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. എൻ്റെ സഹോദരീ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങളും എന്നോടുകൂടെ പ്രാർത്ഥിപ്പിൻ. കർത്താവേ, ഈ സമയത്ത് പരിപൂർണമായ സ്നേഹവും ഐക്യമത്യവും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ ഹോശോ വബകുലസുബാലവോൽമിൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികമായ ചുമലും കൊണ്ട് നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ശേഷം കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നമ്മുടെ തലകളെ നാം കർത്താവേ, ശാശ്വതമായ വാഴ്വുകളാൽ ഞങ്ങളെല്ലാവരെയും നീ വാഴ്ത്തണമേ. തിരുവിഷ്ടം ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കുകയും ചെയ്യുമാറാകണമേ.
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്നിടമായ ഉയരത്തിൽ ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ദൈവത്തെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും കർത്താവേ, നിരസനം നിന്നുകൊണ്ട് ഇടപെടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന അഗ്നിമാന്മാരുടെ ആയിരം ആയിരങ്ങളോടും പതിനായിരം പതിനായിരങ്ങളോടും കൂടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്നാർത്ത് പാടി ചൊല്ലുവാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ. കൊയനാൻ ഓവറേനാൻ. ആകാശവും ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ തമ്പുരാൻ, പരിശുദ്ധൻ 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 സ്തുതി. വാഴ്ത്തുന്നു സ്തുതി. രക്ഷാകരമായ പീഡാനുഭവത്തിന് താൻ ഒരുങ്ങിയപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പം താനെടുത്തു, സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം, ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്നരുളി ചെയ്തു. അപ്രകാരം തന്നെ വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തതായ കാസായെയും അവൻ എടുത്തു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇതനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം എന്നരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവരോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കൊണ്ടാടുന്നു, നോക്കി പാർക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്ത് ദയ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഈ അപ്പം നമ്മുടെ കർത്താവേശുമശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസായിലുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവേശുമശിഹായുടെ തിരുരക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേവിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കടങ്ങളുടെ പരിഹാരവും നിത്യജീവന്റെ അവകാശവും നീ നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കർത്താവേ, നാല് ഭാഗങ്ങളിൽ
കർത്താവെ മേച്ചു ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യൂയാക്കിം മാർ കൂറിലോസ്, ജോസഫ് മാർ ബർന്നബാസ് എന്നീ സഫ്രഗൻ മെത്രാപ്പോലീത്താമാരെയും തോമസ് മാർ തീമത്തിയോസ്, ഐസക് മാർ പീലക്സിനോസ്, ഇബ്രഹാം മാർ പൗലോസ്, മാത്യൂസ് മാർ മക്കാരിയോസ്, ഗ്രിഗറിയോസ് മാർ സ്തേഫാനോസ്, തോമസ് മാർ തീത്തോസ്, സക്കറിയാസ് മാർ അപ്രേം, ജോസഫ് മാർ ഇവാനിയോസ്, മാത്യൂസ് മാർ സെറാഫീം എന്നീ എപ്പിസ്കോപ്പമാരെയും കശീശന്മാർ ഷമ്മാശന്മാർ മുതലായി പട്ടത്തത്തിനടുത്തായി എല്ലാവരെയും സന്യസ്തർ സുവിശേഷകർ എന്നിവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ രിഹോയുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ വിശ്വസ്തയോടെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. കർത്താവെ, വിശ്വാസികളും സത്യക്രിസ്ത്യാനികളും ആയ എല്ലാവരെയും നീ ഓർത്ത് നിങ്ങൾ നിന്നുള്ള സഹായങ്ങളാൽ അവരെ സഹായിച്ച് ആശ്വസിപ്പിക്കണമേ. എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിൻ്റെ അധ്യക്ഷയ്ക്കും മന്ത്രിമാർക്കും പാർലമെൻറ്റ് അംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയവും അവർ കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴ് അവരെ നടത്തണമേ. കർത്താവെ, ഭൂമിയിലുള്ള സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യത്തിന് യോഗ്യതയുള്ളവളും തമ്പുരാനെ പ്രസവിച്ചവളുമായ വിശുദ്ധ കന്യക മറിയാമിനെയും ശുദ്ധിവാന്മാരായ നിബിയന്മാരെയും ശ്ലീഹന്മാരെയും അറിയിപ്പുകാരെയും ഏവൻഗെലിയോസ്തന്മാരെയും സഹദേന്മാരെയും മൗധ്യാനന്മാരെയും സകല പരിശുദ്ധന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, അവരുടെ പിന്നടിയിൽ നടപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. കർത്താവെ, നിക്കായിലും കുസ്താനിനോസ് പോലീസിലും എഫെസസിലും ഉണ്ടായ 3 സുനഹദോസുകളെയും അവയിലുള്ളപ്പെട്ട സകല വിശുദ്ധ പിതാക്കന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, അവരുടെ സത്യോപദേശങ്ങൾ അനുസരിച്ച് നടപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. സത്യവിശ്വാസത്തിൽ മരിച്ച് വിശ്വസിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നീ ഉയർപ്പിച്ച് അനുകൂലമാകുമ്പോൾ അവരോടുകൂടെ ദോഷപ്രവൃത്തിക്ക് ഞങ്ങളെയും യോഗ്യതരാക്കി സർവ്വരാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു മശിഹായുടെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുണ്ടായിരിക്കട്ടെ. നമ്മുടെ ആവശ്യങ്ങളെ ഓർത്ത് തുടർന്നും പ്രാർത്ഥിക്കാം. ലോകസമാധാനത്തിനായിട്ടും നമ്മുടെ രാജ്യത്തിനായിട്ടും ഈ ബാംഗ്ലൂർ പട്ടണത്തിനായിട്ടും ദൈവത്തോട് പ്രാർത്ഥിക്കാം. തിരുസഭയെ ഓർക്കാം. പ്രത്യേകിച്ച് മലങ്കര മാർത്തോമാ സുറിയാനി സഭയും സഭയുടെ എല്ലാ സംഘടനകളെയും ശുശ്രൂഷകരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. DSM ആൻഡ് സിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇടവക ഗായ സംഘങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് സഭാ പരിസ്ഥിതി ഞായറായി ആചരിക്കുമ്പോൾ ദൈവമനോഹരമായി സൃഷ്ടിച്ച ഈ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്ക് ലഭിച്ചെന്നുള്ള ബോധ്യം ഞങ്ങൾക്കെല്ലാം തരണമെന്ന് പ്രാർത്ഥിക്കാം. ഏറ്റവും ശ്രദ്ധിക്കപ്പെടാത്തതിനെയും ഏറ്റവും മനോഹരമായതിനെ ഒരുപോലെ കരുതുന്നവനായ ദൈവം തൻ്റെ സൃഷ്ടിയിൽ തൻ്റെ ദൃഷ്ടി എപ്പോഴും ആയിരിക്കുന്നല്ലോ. അപ്രകാരം സൃഷ്ടിയുടെ മകുടമായി നമ്മെയും അവൻ കരുതുന്നല്ലോ. കർത്താവെ, ഞങ്ങൾ ലഭിച്ചിരിക്കുന്ന താലന്തുകളും കഴിവുകളും എല്ലാം അങ്ങയുടെ മഹത്വത്തിനായി വിനിയോഗിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിലൊക്കെ ഈ പട്ടണത്തിലെ കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കും പല സ്ഥലങ്ങളിൽ നിന്നും അത് അഡ്മിഷൻ എടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവക സൺഡേ സ്കൂളിനെ ഓർക്കാം. അവധി കഴിഞ്ഞ് ക്ലാസ്സുകൾ ഇന്ന് ആരംഭിക്കുമ്പോൾ തുടർന്നുള്ള മാസങ്ങൾ
ശ്രദ്ധയോടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള കൃപ എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കാം. വാർദ്ധക്യത്തിലും ക്ഷീണത്തിലുള്ള ഇടവജനങ്ങളെ ഓർക്കാം. ക്യാൻസർ രോഗബാധിതരായി ചികിത്സയിൽ കൂടി കടന്നു പോകുന്നവരെ ഓർക്കാം. വൃക്കരോഗികൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് അപേക്ഷിക്കാം. നമ്മുടെ ഭവനങ്ങൾക്കായി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, കൊച്ചുമക്കൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന നമ്മുടെ അച്ഛന്മാരെയും ഈ ശുശ്രൂഷയിൽ സഹായിക്കുന്ന നമ്മുടെ ഗായക സംഘത്തെയും ആത്മായ ശുശ്രൂഷകരെയും ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് സേവനം ചെയ്യുന്ന എല്ലാവരെയും നന്ദിയോടെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഇന്ന് ശുശ്രൂഷയിൽ ഏതെങ്കിലും പ്രത്യേക പ്രാർത്ഥനാ വിഷയവുമായി ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഈ സമയ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നോട് കരുണ ചെയ്യണമേ. ശാരീരിക രോഗമാകട്ടെ, മനസ്സിൻ്റെ സംഘർഷങ്ങളാകട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടാകട്ടെ, കുടുംബത്തെ ഓർത്തുള്ള ആകുലതയാകട്ടെ, പങ്കാളികൾ വേർപെട്ടു പോലുള്ള സങ്കടമാകട്ടെ, കുടുംബങ്ങൾക്കുള്ളിലെ കലഹങ്ങളാകട്ടെ, കുഞ്ഞുങ്ങളെ ഓർത്തുള്ള ഭാരമാകട്ടെ, നിങ്ങളെ മതിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ കർത്താവിനോട് ഹൃദയനുറുക്കത്തോടെ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, യേശുവേ, എന്നോട് കരുണ ചെയ്യണമേ എന്ന് മാറത്തടിച്ച് നിലവിളിച്ചപ്പോൾ ഉത്തരം നൽകിയവനായ കർത്താവ് ഈ ആലയത്തിൽ നമ്മുടെ മധ്യയുണ്ട്. അവൻ്റെ സാന്നിധ്യം അനുഭവിച്ചിട്ടേ ഇവിടെ നിന്ന് മടങ്ങിപ്പോകാവൂ. എല്ലാവരും കണ്ണുകളെ അടച്ച് മനസ്സേകാഗ്രമാക്കി തങ്ങളുടെ ആവശ്യങ്ങളെയും കുടുംബങ്ങളുടെ ആവശ്യങ്ങളെയും തങ്ങളോട് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞവരുടെ വേദനകളെയും ദൈവകരങ്ങൾ സമർപ്പിച്ച് ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടത്തിനെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ രാജ്യവും ശക്തിയും മഹത്വവും വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദ്യന്തമില്ലാത്തതും വന്യമായിരിക്കുന്നതും തത്വത്തിലേകമായ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുണ്ടായിരിക്കട്ടെ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. കർത്താവേ, ഈ വിശുദ്ധകൾ വിശുദ്ധിയും വെടിപ്പുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പരിശുദ്ധനാകുന്നു, പുത്രൻ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുന്നതുമായ സ്ഥലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവർത്തി വരുത്തുന്നതിനുമായ ജീവനും വിശുദ്ധിയുള്ള റൂഹായി നമ്മോടുകൂടെ. കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. പുണ്യ
എൻ്റെ സഹോദരീ സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പിതാവ് മക്കളോട് കരുണയുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനും വർഗത്തിന് എന്നേക്കുള്ള പുതുക്കത്തിനുമായി വരുവാനിരിക്കുന്നതിനുമായ ദൈവപുത്ര, പാപപരിഹാരം ചെയ്തിരിക്കുന്ന നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാവതല്ലാത്തതിന്റെ വരത്തുവരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ എന്നേക്കും തിരുസന്നിധിയിലുള്ള മുഖപ്രസാദത്തിനുമായി ഗാഗുൽത്തായുടെ മുകളിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ വിലമതിക്കാവതല്ലാത്ത തിരുശരീരങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാരുടെ ഈ കൂട്ടത്തെ നീ വാഴ്ത്തേണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുമശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ കൊടുക്കുന്നവരുടെ മേലും കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ പ്രവർത്തിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലുണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ആർദ്രകരണകൾ നമ്മുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. ഞങ്ങളെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനുമായി ഗാഗുൽത്തായുടെ മുകളിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യത്തിനായി പ്രിയരെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് വേണ്ടി വേദനപ്പെട്ട് മരിച്ചതിൻ്റെ ഓർമ്മയിൽ സ്തോത്രത്തോടെ ഇതിനെ കൈക്കൊള്ളുക.
പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശു മശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്കാർക്കും ന്യായവിധിക്കും പ്രതിപകരത്തിനുമായി തീരരുതേ. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. കർത്താവേ, സ്വർഗീയമായ നിന്റെ മേശയിൽ നിന്ന് സംബന്ധിക്കുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കുക. നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരുശരീരങ്ങളെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടാതെ നിന്റെ വിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയ്ക്ക് യോഗ്യതയുള്ളവരായി ആദ്യം മുതലുള്ള സ്ഥലപരിശുദ്ധരോടുകൂടെ ഓഹരി അവകാശങ്ങൾ പ്രാപിക്കുമാറാകണമേ. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായിട്ട് സ്വർഗം ചാച്ചിറങ്ങി വന്ന വലിയവനും അത്ഭുതനുമായ ദൈവമേ, ഞങ്ങൾ നിന്നെയും നിന്റെ ജനകനായ പിതാവായ ദൈവത്തെയും നിന്റെ പരിശുദ്ധ റൂഹായെയും ഇടപെടാതെ സ്തുതിപ്പാൻ തക്കവണ്ണം ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹോശോ വബുകുൽ സുബാൽമിൻ സൗഖ്യ സമാധാനാഹാരം ഞങ്ങൾ കരുളുക ധാരാളം. കാലോചിതമാം ഭാഗ്യത്താൽ ദുഷ്ടി വരുത്തണമെങ്ങൾക്ക്. കരുണ നിറഞ്ഞ പിതാവേ, ആശീസുകളിൻ സാഗരമേ, ഞങ്ങളണയ്ക്കും ശുശ്രൂഷ കൈക്കൊള്ളണമേ കർത്താവേ. സഹോദരീ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ, വിശുദ്ധിയും മഹത്വമുള്ള തൃത്വത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞാൻ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ പോകുവിൻ. ദൂരസ്ഥരും സമീപസ്ഥരും നമ്മുടെ കർത്താവിന്റെ ജയം നൽകുന്ന സ്ലീവായ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസായാൽ മുദ്രണം ചെയ്യപ്പെട്ടവരും ആയുള്ളവരെ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിച്ച് കുറവുകളെ ക്ഷമിച്ച് നിങ്ങളെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനരും പാപികളുമായി അടിയാർ ഞങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കൃപയും സഹായവും ലഭിപ്പാൻ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. So
വിശുദ്ധ ആരാധനയിൽ വന്ന് സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. താങ്ക് യു ഓൾ. See you on next Sunday. Youth Fellowship meeting will be held at 9:30 a.m.